ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ നമുക്ക് എങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആൾക്കാർ പലരും നമ്മുടെ യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ട്രാവൽ വീഡിയോസ് ആണെങ്കിൽ അതിന് തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോസ് ഫുള്ള് കാണാനായിട്ട് എളുപ്പത്തിൽ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ചിലർക്കൊക്കെ അറിയാതിരിക്കാം, പക്ഷേ ചിലർക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇപ്പോഴും മൊബൈലിൽ എങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അങ്ങനെ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണിത്. സോ എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോണിലെ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിൽ പ്രൊഫൈൽ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. അതിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ 3 ഡോട്ടിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ടു പ്ലേലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് അതിൽ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്ലേലിസ്റ്റ് അവിടെ വരുന്നതായിരിക്കും ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണോ പ്ലേലിസ്റ്റ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ അടിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂ പ്ലേലിസ്റ്റ് ടൈപ്പ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഏതാണോ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യേണ്ട ആ ഒരു നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ട്രാവലാണ് ട്രാവൽ, ഞാൻ ഇവിടെ ലൈഫ് 1 എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് മസ്റ്റായിട്ട് നിങ്ങളത് പബ്ലിക്കാക്കി മാറ്റണം. പ്രൈവറ്റ് എന്നുള്ള പബ്ലിക്കാക്കി മാറ്റി സേവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്ലേലിസ്റ്റ് ക്രിയേറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി ലൈഫ് 1 എന്നുള്ളൊരു പ്ലേലിസ്റ്റ് അവിടെ ഉണ്ട്. സോ വേറെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഒരു പ്ലേലിസ്റ്റ് പുതിയതായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വീഡിയോ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് പ്ലേലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കാണാം. അതിൻ്റെ തൊട്ടടിയിൽ ക്രിയേറ്റ് എ ന്യൂ പ്ലേലിസ്റ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറേ വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഏതൊക്കെ വീഡിയോസാണോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലേലിസ്റ്റിന് ടൈറ്റിൽ ഇടാനായിട്ടൊരു ഓപ്ഷൻ വരും. അവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ലൈഫ് 2 എന്നുള്ളൊരു പ്ലേലിസ്റ്റാണ്. ലൈഫ് 2 എന്നുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് എന്നുള്ളത് മസ്റ്റായിട്ടും പബ്ലിക്കായി മാറ്റിയിട്ട് ക്രിയേറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ലൈഫ് 2 എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടിരിക്കുന്നത്. സോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഈ പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ലൈഫ് 2 എന്നുള്ളതും ലൈഫ് 1 എന്നുള്ള പ്ലേലിസ്റ്റ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. സോ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവുകയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലെ വളരെ സിമ്പിൾ ട്രിക്സുകളും ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. സോ ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ ടെക്നോളജിയിൽ നോളജ് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കുമൊക്കെ മസ്റ്റായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.